അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ജാമിയ സഅദിയ ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ ഖുറാ തങ്ങൾ വഫാത്തായി. അദ്ദേഹത്തിന് 64 വയസ്സായിരുന്നു. അല്പസമയം മുൻപായിരുന്നു അന്ത്യം. ഇപ്പോൾ എട്ടിക്കുളത്തെ വീട്ടിലുള്ള ജനാസ വൈകുന്നേരം 5 മണിക്ക് മംഗലാപുരം കുറത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ജനാസ നിസ്കാരം രാത്രി 9 മണിക്ക് കുറത്തിൽ നടക്കും. സമസ്ത പ്രസിഡന്റായിരുന്ന മർഹൂം താജുൽ ഉലമ ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞുബീവി ദമ്പതികളുടെ മകനായി 1960 മെയ് 1 ജനിച്ചു. പ്രാഥമിക പഠനത്തിനു ശേഷം ഉള്ളാൽ സയ്യിദ് മദനി അറബിക് കോളേജിൽ ദറസ് പഠനവും ഉപരിപഠനവും പൂർത്തിയായി. പിതാവിനു പുറമെ താഴേക്കോട് എൻ അബ്ദുള്ള മുസ്ലിയാർ, ഇമ്പിച്ചാലി മുസ്ലിയാർ, ഉള്ളാൽ ബാവ മുസ്ലിയാർ, വെള്ളിമുക്ക് കുട്ടി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് പ്രധാന ഗുരുനാഥന്മാർ. കർണാടകയിലെ 60ഓളം മഹല്ലുകളിലും കേരളത്തിലെ വിവിധ മഹല്ലുകളിലും ഖാളിയാണ്. ഖുറായിലെ സയ്യിദ് ഫളൽ ഇസ്ലാമിക് സെന്ററിലെ പ്രധാന ഉസ്താദാണ്. ഖുറാ തങ്ങൾ എന്നറിയപ്പെട്ട അദ്ദേഹം ദക്ഷിണ കന്നഡയിലെയും സമീപ പ്രദേശങ്ങളിലെയും സുന്നി സമൂഹത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചു. 5 പതിറ്റാണ്ടിലേറെക്കാലം ഉള്ളാളടക്കം 100 കണക്കിന് മഹല്ലുകളുടെ സംയുക്ത ഖാളിയായിരുന്ന താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഖുറാ തങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു. ഇതുൾപ്പെടെ നിരവധി മഹല്ലുകളിൽ ഖാളിയായ തങ്ങൾ പതിനായിരങ്ങൾക്ക് സ്വാതന്ത്ര്യവും അത്താണിയുമായിരുന്നു. സമസ്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാളി, ജാമിയ സഅദിയ അറബിയ ജനറൽ സെക്രട്ടറി, എട്ടിക്കുളം താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്റർ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിക്കുകയായിരുന്നു. അൽ ഖിദ്മത്ത് സുന്നിയ അവാർഡ്, ജാമിയ സഅദിയ ബഹ്റൈൻ കമ്മിറ്റി അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്ര പവിത്രമാക്കപ്പെട്ട ദിനമാണ് നൽകിയത്. പവിത്രമായ ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം. അതേ, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസമായ മുഹറത്തിന്റെ ആദ്യ ദിനം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസപ്രകാരം റമളാനിന് ശേഷവും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മാസമാണല്ലോ മുഹറം മാസം. നമുക്കറിയാം, ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 10ഓളം പ്രവാചകന്മാരെ പല പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചെടുത്ത ഒരു മാസം കൂടിയാണിത്.